ഹലോ. യൂട്യൂബ് വഴിയായിട്ട് വിമൻസ് ഡേ ആഘോഷിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വകയായിട്ട് ഒരുങ്ങുന്നതൊക്കെ. അപ്പോൾ ശരി, ഹാപ്പി വിമൻസ് ഡേ. ആൻഡ് വിമൻസ് ഡേ ആയിട്ട് കുറച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ പറഞ്ഞുതരാവേ. വീണ അശോക് പറഞ്ഞായിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് അഡ്വക്കേറ്റാണ് ചേച്ചിയുടെ വീഡിയോസിൽ കുറച്ച് നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, എല്ലാ നിയമങ്ങളും അറിഞ്ഞിരിക്കേണ്ട, കാരണം ഹസ്ബൻഡ്സിന് ജോലി വേണ്ടേ, വക്കീലന്മാരായിട്ടുള്ളവർക്ക്. അവർക്ക് ജോലി ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്താ പറയുക, ഈസി ആയിട്ട് വീട്ടിലിരുന്ന് വീഡിയോസ് കാണാനും പിടിക്കാനും ഒക്കെ പറ്റുള്ളൂ. തമാശയാണ്. ബട്ട് സ്റ്റിൽ ലെറ്റ് മീ ടെൽ യു, കുറച്ച് നിയമങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് ഫിനാൻസ് അറിയണം, കുറച്ച് നിയമം അറിയണം, കുറച്ച് കുക്കിംഗ് അറിയണം, ഡ്രൈവിങ് കുറച്ച് അറിഞ്ഞാൽ പോരാ, നല്ലോണം അറിയണം കേട്ടോ. അപ്പം നമ്മളുടെ ടോക്ക് ഇന്ന് കുറച്ച് നിയമത്തെ പറ്റി പറയാം കേട്ടോ. യൂട്യൂബിൽ എന്താ പറയുക, വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പലരും പല രീതിയിലുള്ള വിക്രിയകളും കോപ്രായും ഒക്കെ കാണിക്കും. അപ്പോൾ അവർ സ്ത്രീകളെ ഒരു കമ്മോഡിറ്റി ആയിട്ട് കണ്ടിട്ട്, അന്ന് ഞാൻ പൊങ്കാലയുടെ കാര്യം പറഞ്ഞില്ലേ, ഒരു സ്ത്രീയുടെ പിന്നാലെ നടന്നിട്ട് അവരെ തിരിഞ്ഞും പിരിഞ്ഞും വീഡിയോസ് എടുത്തിട്ടു പല ആംഗിളിൽ നിന്ന്. അവരുടെ വസ്ത്രധാരണം നന്നായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അത് അവർക്ക് അങ്ങനെ തോന്നിക്കാണുമായിരിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ ജോലി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പല സ്ഥലങ്ങളും ചിലപ്പോൾ കാണുമായിരിക്കും, കാണാതിരിക്കുമായിരിക്കും. നമ്മൾ ബോധേഡല്ലല്ലോ. അപ്പോൾ ഒരു പൊതുസ്ഥലത്ത് വന്ന് നിന്ന് നമ്മൾ ഒരു കുക്കിംഗ് പോലെയുള്ള ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കൈ പൊള്ളാതെ ഇരിക്കണം, അത് ഇളക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനെ സൂം ചെയ്തെടുത്ത് അത് വയറ്റിപ്പഴുപ്പാക്കി നടക്കുന്ന കുറേ എന്താ പറയുക, നീല മാധ്യമങ്ങളുണ്ട് അല്ലേ, നീല എൻ്റർടൈൻമെൻറ്റ്സ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. സോ ലെറ്റ് മീ ജസ്റ്റ് ടെൽ യു സംതിങ് റിഗാർഡിങ് ലോ. ഇതിനകത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇതിൻ്റെയൊക്കെ എന്താ പറയുക, സെക്ഷൻസ് ഒന്നും കാണാതെ ഒന്നും ഞാൻ പഠിച്ച് പറയാറുമില്ല. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം കേട്ടോ നോക്കാറ്. സെക്ഷൻ 66E പ്രകാരമാണ് IT ആക്റ്റിൽ എന്ന് പറയുന്നു. നമ്മളുടെ കൺസെൻ്റ് ഇല്ലാതെ നമ്മുടെ പ്രൈവറ്റ് പാർട്സ്, അതായത് സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്സ് എന്ന് പറയുമ്പം ഓഫ് കോഴ്സ് മാറിടം, അല്ലെങ്കിൽ ബാക്ക് ഭാഗം ഒരുപാട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക, അവരുടെ അണ്ടർവെയേഴ്സിൻ്റെ എന്താ പറയുക, ചിത്രങ്ങൾ സഹിതം, അതായത് കാണുമല്ലോ കുറച്ചിങ്ങനെ പുറയുന്നൊക്കെ, അത് കാണിക്കുക. പിന്നെ അതേപോലെ തന്നെ എന്താണ് എന്താ പല നേവൽ കാണിക്കുക. പിന്നെ അതൊക്കെ സൂം ചെയ്തിട്ട്, കുറച്ച് സാരിയൊക്കെ മാറി കിടക്കുന്ന സ്വാഭാവികം, അതിൻ്റെ ഉള്ളിൽ കൂടി സൂം ചെയ്ത് അത് കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ പേസ്റ്റ് ചെയ്ത് വെക്കുമ്പം യൂട്യൂബിൽ ഈ പറഞ്ഞ പോലെ ക്ലിക്ക് ബൈറ്റ് എന്ന് പറയുന്ന പോലെ പേസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ യു ഷുഡ് ബി വെരി കെയർഫുൾ. എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലെ ആരുടെയോ അല്ല, നിങ്ങളുടെ വീട്ടിലെ അമ്മയുടെയോ പെങ്ങളുടെയോ അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെയോ ഒന്നും നിങ്ങളെടുത്ത് അങ്ങനെ ചെയ്യുമോ? മാധ്യമങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സമൂഹ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പെപ്പറാസീസ് എന്ന് സ്വയം പുകഴ്ത്തി പറയുന്ന ആൾക്കാരില്ലേ, അവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളങ്ങനെ ചെയ്യുമോ? ഇല്ലല്ലോ. അതിനെ വിറ്റ് കാശാക്കുന്നവർക്ക് മലയാളത്തിൽ, പച്ച മലയാളത്തിൽ കൂട്ടിക്കൊടുപ്പുകാർ എന്ന് പറയും പണ്ട്. അതൊക്കെ തന്നെയാണ് അവർക്ക് ചേരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു നിയമമുണ്ട്. പിന്നെ നമുക്ക് റൈറ്റ് ടു പ്രൈവസി ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എന്തോരം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തരുന്നുണ്ട് നമ്മൾക്ക്. നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു പ്രൈവസി. റൈറ്റ് ടു പ്രൈവസി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പ്രൈവസിയെ ഹനിക്കുന്ന രീതിയിൽ ആരും എടുക്കാൻ പാടില്ല എന്നുള്ളത്. ഒരു പ്രാവശ്യം ഞാനൊരു ഫ്ലൈറ്റിൽ കയറിയിരുന്ന് പോണ സമയത്ത് ഒരാൾ ഇതുപോലെ തന്നെ ഫ്ലൈറ്റ് എന്താ പറയുക, പറയത്തില്ലേ, ഇത് ഓഫാക്കൂ, നിങ്ങൾ ഇത് ചെയ്യല്ലേ, സംസാരിക്കല്ലേ, ഇത് ഓഫാക്ക്, ഫോൺ ഓഫാക്കുന്നൊക്കെ പറയുമ്പം ഓഫാക്കാതെ ക്യാമറ കാണിച്ചുകൊണ്ട് തൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഇങ്ങനെ കാണിക്കുകയാണ്. ക്യാമറ ഫുൾ ഇങ്ങനെ കാണിക്കുമ്പോൾ എന്നെ അതിൽ കാണാൻ പറ്റുന്നു, എനിക്ക് കാണാം ആ പയ്യനിങ്ങനെ കാണുമ്പോൾ. ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ എന്നെ കാണിച്ചു കൊടുക്കുന്നത്? ഞാൻ ഈ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നതിന് നിങ്ങൾ എന്തിനാണ് കാണിച്ചു കൊടുക്കുന്നത്? പറഞ്ഞു, ഞാൻ നിങ്ങളെ അല്ലല്ലോ കാണിച്ചത്, ഞാനിത് ചെയ്യില്ല. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഓഫ്. പറയാം, ഞാൻ ഫ്ലൈറ്റ് മോഡൽ. ഞാൻ പറഞ്ഞു, ഷെടാ, ഫ്ലൈറ്റ് മോഡൽ ഇടുമ്പം എങ്ങനെയാണ് നിങ്ങളുടെ ബ്രോഡ്കാസ്റ്റ് ആകുന്നത് അപ്പുറത്തെന്ന് ചോദിച്ചു. ഭയങ്കര ആയിട്ട് ഞാൻ ആ പയ്യനോട് സംസാരിച്ചു. പക്ഷേ നോബഡി സപ്പോർട്ടഡ് മീ കേട്ടോ. ഇവരാര് എന്നുള്ള മട്ടിൽ നമ്മൾ അങ്ങനെ പറയുന്നവരെ അഹങ്കാരി എന്നും നിലപാടുകൾ വ്യക്തമാക്കുന്നവർ താന്തൂന്നി എന്നും ഒക്കെ പറഞ്ഞേക്കും. ഇവർ വലിയ ആളാണെന്ന വിചാരം, ഇവർക്ക് എല്ലാം അറിയാവുന്നതെന്ന വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് പീപ്പിൾ വിൽ സ്റ്റാർട്ട് ഏലിയനേറ്റിംഗ് യു. നിങ്ങളെ ഒരു
ഇവർ കിടന്ന് വേള ഓളോളാന്ന് പറയുന്നു, അങ്ങനെ നോക്കുന്നവരുമുണ്ട്. സോ അങ്ങനെ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പലരും വായ തുറക്കൂല. സ്ത്രീകളുടെ കാര്യം കണ്ടാണ് ഞാൻ പറയുന്നത്. അത് ശരിയല്ലല്ലോ. നമ്മൾ എവിടെയെങ്കിലും അങ്ങനെ ഒരു അനീതി കണ്ടാൽ നമ്മൾ വായ തുറക്കുക തന്നെ വേണം. പിന്നെ അപ്പോൾ ഇന്ന് ഈ വിമൻസ് ഡേ, ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ അന്ന് ഞാനിന്നൊരു വീഡിയോ ഇട്ടില്ലേ, ഞാൻ ശരിക്കും പറഞ്ഞ കേട്ടോ, ശനി ഞായറൊക്കെ ചേട്ടൻ എനിക്ക് വിമൻസ് ഡേ ആയതുകൊണ്ടൊന്നും അല്ല, എനിക്ക് കോഫി കൊണ്ട് തരാറുണ്ട്. ബിക്കോസ് ഞാൻ തളർന്നുറങ്ങും എപ്പോഴും. എനിക്ക് രാവിലെയാണ് ചില സമയത്ത് എൻ്റെ ഈ പറഞ്ഞ ശാരീരിക അവസ്ഥകളൊക്കെ കൊണ്ട് മെനോപോസ് എന്നുള്ള അവസ്ഥ വരുന്നതുകൊണ്ട് ചില സമയത്ത് എനിക്ക് രാവിലെ ആയിരിക്കും എൻ്റെ ഹോർമോൺ ഇംബാലൻസസ് വരുന്നതും എനിക്ക് ഉറക്കം വരുന്നതൊക്കെ. ചില ദിവസം ഞാൻ രാവിലെ അലേർട്ടായിരിക്കും. പക്ഷേ ഞാനൊരു റൂട്ടീൻ എടുത്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 4:20 AM ഒരു അലാം വെച്ചിട്ടുണ്ട് എൻ്റെ മൊബൈലിൽ. ആ 4:20 AM അലാം അടിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും ഞാൻ എണീറ്റിട്ട് എനിക്ക് ഇഷ്ടമുള്ള ദൈവത്തിനെ പറ്റിയിട്ട് ഞാനൊന്ന് ചിന്തിക്കും. ഞാൻ ചിലപ്പോൾ തുറന്ന് ഇങ്ങനെ സായിറാം എന്ന് വിളിച്ചേക്കാം, ചിലപ്പോൾ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചേക്കാം, ചിലപ്പോൾ അമ്മേ മഹാമായേ എന്ന് വിളിച്ചേക്കാം. എന്തായാലും ഒരു ദൈവത്തിനെ ഞാൻ വിളിക്കും ആ സമയത്ത്. ചിലപ്പോൾ ഓം നമ ശിവായ എന്ന് പറഞ്ഞേക്കാം. എന്നിട്ട് ഞാൻ ആകാശത്തേക്ക് നോക്കി ഒന്ന് കൈകൂപ്പും. എല്ലാവർക്കും ആകാശം കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇവിടെ നമ്മളിരിക്കുന്നിടത്ത് ആകാശം കാണാൻ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇപ്പോഴും ഇവിടെ സ്ട്രൈക്സ് ഒക്കെ നടക്കുന്നുണ്ട്, മിസൈൽ ഇൻ്റർസെപ്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ നടുവിലിരുന്നിട്ടും നമ്മൾ ജീവിക്കുകയാണ്. ജീവിച്ചല്ലേ പറ്റുള്ളൂ. എന്താണ് അടുത്തത് വരാൻ പോകുന്നതെന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നവരും, ഇന്ത്യയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർ എസ്പെഷ്യലി ഇങ്ങനെ നിങ്ങളുടെ പിക്ചേഴ്സ് എടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ആരെടുക്കാൻ വരാറില്ല അല്ലേ, ആരെടുക്കാനല്ലേ നമ്മുടെയൊക്കെ. എന്നാലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ അടുത്ത് നിങ്ങൾ പെട്ടുപോകി, അപ്പോൾ നിങ്ങളുടെ പിക്ചർ വരണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അതെ എൻ്റെ പിക്ചർ ഇതിൽ വരരുത് കേട്ടോ. അപ്പോൾ അവർ ചോദിക്കും, അല്ലെങ്കിൽ ചേച്ചിയുടെ ആരാ ഇപ്പോൾ എടുക്കാൻ പോകണം, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കും നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ. അത് തന്നെയാണ് പറഞ്ഞത്, എന്നെ നീ എടുക്കൂലെന്ന് അറിയാം, പക്ഷെ പെട്ടു പോകരുതെന്നാണ് പറഞ്ഞതെന്ന് പറയണം കേട്ടോ. നമ്മൾ താഴ്ത്താനൊക്കെ നോക്കും അവർ. അയ്യോ ആരാ അല്ലെങ്കിൽ നിങ്ങളുടെ പുറയിൽ വരുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചോളെ. സോ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വലിയ സംഭവമൊന്നും അല്ല, അങ്ങനെ ചേച്ചി വിചാരിക്കണ്ട, ചേച്ചിനെ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല, ഞങ്ങളങ്ങനെ ചേച്ചിയുടെ പിറയിൽ വരാൻ എന്നൊക്കെ പറയും പിള്ളേർ. സോ ജസ്റ്റ് ഡോണ്ട് അതിൽ ഡിസ്ഹാർട്ടൻഡ് ആവരുത്. നേരെ നോക്കി പറയണം, നിങ്ങൾ ഈ ചെയ്യുന്നത് അനീതിയാണ്, നിങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഹനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ് എൻ്റെ പ്രൈവസി എന്ന് പറയുന്നത്. അപ്പോൾ 2 നിയമങ്ങൾ ഞാനിന്ന് പറഞ്ഞു തന്നു. ഫ്രീ ആയിട്ട് ഇത്രയൊക്കെ മതി കേട്ടോ, ഇത് കൂടുതൽ നിയമം പറഞ്ഞ് ശരിയാവില്ല. പിന്നെ ഉണ്ടല്ലോ വേറെ അറ്റകൈ ചേട്ടാ, അവർക്ക് ക്രിമിനൽ കേസ് കൊടുക്കാൻ പറ്റും. കാരണം സ്ത്രീയുടെ മാനത്തെ ഹനിക്കുകയാണെന്നൊക്കെ പറയാൻ പറ്റും. ഇതിനെ എന്താ പറയുക, മോഡസ്റ്റി ഓഫ് ദ വുമണിനെ ഹനിക്കുന്ന ഒരു കാര്യമാണെന്നും പറഞ്ഞ് BNS-ലൊക്കെ സെക്ഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് ചാർത്തി പോലീസിൽ FIR ഫയൽ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്ത്. അപ്പോൾ പിള്ളേരെ യൂട്യൂബ് വഴി സമ്പാദിക്കുന്നവരെ ശ്രദ്ധിച്ചോളൂ. യൂട്യൂബ് വരുമാനം തന്നിട്ട് അങ്ങോട്ട് പോയുള്ളൂ. ഇതിൻ്റെ പിന്നിലുള്ള പിന്നെ നമ്മളിപ്പം വേറൊരു കാര്യം ചെയ്യാം, നമുക്ക് യൂട്യൂബിന് എഴുതിയിട്ട് ഇതെൻ്റെ വീഡിയോ ആണ്, എൻ്റെ ശരീരഭാഗങ്ങളാണ് ഇതിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കിത് മാറ്റം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് തന്നെ ഒരു കോളം ഉണ്ട്, റേസ് കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ പോയിട്ട് നമുക്ക് സ്ട്രൈക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവർ നോക്കും അതുള്ളതാണോ എന്ന് അന്വേഷിച്ചിട്ടാണ് അത് റിമൂവ് ചെയ്യുള്ളൂ. കാരണം അത് വെറുതെ ആൾക്കാർ ചിലപ്പോൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കില്ലേ. ഇപ്പം എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്കൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ കയറി സ്ട്രൈക്കൊക്കെ കൊടുത്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവരെടുക്കില്ല. ഞാനെന്ത് തെറ്റാ പറയുന്നത്, ഇതിൽ നത്തിങ്. അവിടെയും ലോയേഴ്സൊക്കെ ഇരിക്കുകയല്ലേ, മലയാളം അറിയുന്ന ലോയേഴ്സൊക്കെ ഉണ്ട് യൂട്യൂബിൻ്റെ പാനലിൽ. സോ ദേ വിൽ ജസ്റ്റ് ഗീവ് ഇറ്റ് ടു ദം. നിങ്ങളിത് നോക്കൂ, ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. അങ്ങനെ കേസസ് സൈൻ ചെയ്ത് കൊടുത്തിട്ടേ അവർ മാറ്റുള്ളൂ. ബിക്കോസ് ഇതിനകത്തൊന്നും ഇല്ല, ദർ ഇസ് നത്തിങ്. ഈവൻ ഐ ക്യാൻ ഗീവ് ദ ഡിക്ലറേഷൻ, ഞാനും ഡിക്ലെയർ ചെയ്യും. ഇതിൽ വേറൊരാളെയും ഹനിക്കുന്ന രീതിയിലോ വേറൊരാളുടെ പ്രൈവസിയെ ഹനിക്കുന്ന രീതിയിലോ ഒന്നും ഇതിനകത്തില്ല. ദിസ് ഇസ് ഓൺലി മൈ ഓൺ പിക്ചേഴ്സ് ആൻഡ് മൈ ഓൺ തോട്ട്സ് ആൻഡ് മൈ ഓൺ എന്താ പറയുക, സെൽഫ് മെയ്ഡ് വീഡിയോസ്. ഐ മെയ്ഡ് ഇറ്റ് ഈസ് നോട്ട് കോപ്പീഡ് എന്ന് ഞാൻ പറയാൻ പറ്റും, എനിക്ക് പറയാൻ പറ്റും, അല്ലെ എനിക്ക് പ്രൂവ് ചെയ്യാനും പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരിക്കലും യൂട്യൂബ് വിൽ നോട്ട് ഗീവ് ദ സ്ട്രൈക്ക്, അല്ലെങ്കിൽ സ്ട്രൈക്ക് വരും. അതുകൊണ്ടാണ് ഈ പാട്ടുകൾ അധികം ഇതിനകത്ത് ഞാൻ ഇടാറില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യം ഞാൻ ഭൂപേൻ ഹസാരിക്ക എന്ന് പറഞ്ഞ ആ പാട്ട് ഞാൻ കേൾപ്പിച്ചപ്പോൾ അതിനെനിക്ക് സ്ട്രൈക്ക് വന്നു. പിന്നെ ഞാൻ അതിൽ പോയിട്ട് പറഞ്ഞു, ഐ എം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ഭൂപേൻ ഹസാരിക്ക, ഭൂപേൻ ദാറ്റ് ഇസ് ഓൾ എന്ന് പറഞ്ഞ് ഞാൻ പോയി എഴുതി. അത് കഴിഞ്ഞിട്ടാണ് സ്ട്രൈക്ക് മാറ്റിയത് കേട്ടോ. പിന്നെ 2ാമത് അപ്ലോഡ് ചെയ്യാമെന്ന് തോന്നുന്നുണ്ടായി, അതുണ്ടായിരുന്നു അതിനകത്ത്. സോ അങ്ങനെ വരും. കാരണം യൂട്യൂബിലൊക്കെ AI ആണ് ഇതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്, ഏതെങ്കിലും പാട്ടുകളൊക്കെ. അപ്പോൾ ആ പാട്ടുകളൊക്കെ കോപ്പിറൈറ്റ് വയലേഷൻ്റെ അടിയിൽ വന്നു കഴിഞ്ഞാൽ അത് കുഴപ്പമാണ്. പിന്നെ ഉള്ളത് സെലിബ്രിറ്റീസിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എൻ്റെ അനുവാദം വാങ്ങിക്കാതെയാണത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തെന്ന് പറയാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ,
ശരിക്കുള്ള പ്രസ്സൊക്കെ അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ മറുപടി പറയുന്നില്ലേ, ചിലതിലൊക്കെ മറുപടി പറയാന്ന് പറയുന്നത് തന്നെ കൺസെൻറ്റാണ്. അപ്പോൾ അവർക്ക് ചോദിക്കാമല്ലോ നിങ്ങൾ എവിടത്തെയാണ്, നോ ഡോണ്ട് ഡു എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കണം. പറഞ്ഞിട്ടും പോസ്റ്റ് ചെയ്യുകയാണെങ്കിലാണ് ദേ ക്യാൻ ഡു ഇറ്റ്. അവർക്കും കേസ് കൊടുക്കാം. പിന്നെ എത്രത്തോളം കേസ് കൊടുക്കുമോ അവരൊക്കെ, ഇഷ്ടം പോലെയല്ലേ വരുന്നത്, അതാണ് അവർ വിട്ട് കളയുന്നത്. പിന്നെ ഇതാണ് ഒരു മിനിമം അവെയർനെസ് ഇത്ര മതി അല്ലേ. അപ്പോൾ വുമൻസ് ഡേ ആയിട്ട് കാപ്പി ഇട്ട് തരണേ, ഇന്ന് വൈകുന്നേരത്തെ ചായ ഹസ്ബൻഡിനോടൊന്ന് സ്നേഹപൂർവ്വം പറഞ്ഞ് ഇത് ഞങ്ങൾക്ക് ഒരു വുമൻസ് ഡേ സെലിബ്രേഷൻ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഇന്നത്തെ വൈകുന്നേരത്തെ ചായ ഒന്ന് ഇടിക്കാൻ നോക്കും. ഇന്ന് സൺഡേ അല്ലേ, എല്ലാവരും വീട്ടിലിരിക്കില്ലേ, നിങ്ങളൊക്കെ അവിടെ ഫ്രീ ആയിട്ടിരിക്കുകയല്ലേ. ഇവിടെ നമ്മളുടെ പോലെ ടെൻഷൻ്റെ നടുക്ക് കൂടി അല്ലല്ലോ അല്ലേ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇന്നലെ ടെസയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ വിളിച്ചു പോലുമില്ല, കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. അത് ഇന്നലെ ഞാൻ വീഡിയോവും ഇട്ടില്ലല്ലോ, വീഡിയോ ഇൻ ദ സെൻസ് ലോങ് വീഡിയോ ഇട്ടില്ല. കുറച്ചൊരു ഇതിലായിരുന്നു കേട്ടോ. ഞാൻ ചെറുതായിട്ട് ഒന്ന് മനസ്സ് വിഷമിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ചിലപ്പോഴും എനിക്ക് അങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റാറില്ല. പിന്നെ ഈ വിമൻസ് ഡേയുടെ വേറൊരു പ്രത്യേകതയും കൂടെ ഞാൻ പറയാം കേട്ടോ. നിങ്ങൾ പലപ്പോഴും ഞാൻ പറയാറില്ലേ ഇങ്ങനെ മരുമകൾ അമ്മായിയമ്മ എന്നൊക്കെയുള്ളൊരു കോൺഫ്ലിക്റ്റിനെ പറ്റിയും ഒക്കെ ഞാൻ സംസാരിക്കാറുണ്ട്, അനുഭവങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഹസ്ബൻഡ് അമ്മമാരെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെയും സ്നേഹിക്കും. അതൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ കേട്ടോ. അവർ ഒരു പ്രയോറിറ്റി ആ അമ്മയ്ക്ക് കൊടുക്കുന്നു എന്ന് മാത്രം. ആ പ്രയോറിറ്റി അമ്മയ്ക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്ക് ഉണ്ടാകും അവിടെ. കാരണം അവരുടെ മനസ്സിൽ ആ സ്ത്രീപക്ഷത്ത് നിന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അച്ഛൻ കാണിക്കുന്ന എന്തെങ്കിലും ഒരു അനീതി അമ്മയുടെ ഭാഗത്തേക്ക് നീണ്ടു കഴിഞ്ഞാൽ ഈ ആൺമക്കൾ എപ്പോഴും പറയും എന്തിനാണ് അമ്മ അങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് അല്ലേ എന്ന് ചോദിക്കുന്ന ആൺമക്കളില്ലേ, ദേ വിൽ ഹാവ് സം കൈൻഡ് ഓഫ് ഒരു ഇൻക്ലിനേഷൻ ടുവേഴ്സ് ദ ഫെമിനൈൻ എനർജി എന്നാണ് പറയുക. അപ്പോൾ അമ്മമാരെ സ്നേഹിക്കുന്നത് നല്ലതാണ് ഭാര്യമാർക്കും എന്നേ ഞാൻ പറയുള്ളൂ. എൻ്റെ അനുഭവം അങ്ങനെയാട്ടോ. അരവിന്ദിന് ഏറ്റവും ഇഷ്ടം ലോകത്ത് അരവിന്ദിൻ്റെ അമ്മയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ എന്നാലും ശരിക്കുള്ള ഒരു ബോണ്ടിങ് പോലത്തെ ഇല്ലേ, അത് അമ്മയോടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് ഓഫ് ദാറ്റ് ഓൺലി എനിക്കിങ്ങനെ കോഫി ഇട്ട് തരാനൊക്കെ തോന്നുന്നത് എന്നാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അപ്പം നമ്മുടെ തോട്ട്സിനെ നമ്മൾ എലിവേറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ആ തോട്ട്സിനെ എലിവേറ്റ് ചെയ്ത് നമ്മൾ അതേപോലെ നമ്മുടെ എന്താ പറയുക പ്രവൃത്തികളെയും കൊണ്ട് നടക്കുമ്പോൾ ഇല്ലേ, യുവർ ഹസ്ബൻഡ് വിൽ ഓപ്പൺ ഹിസ് ഹാർട്ട് എൻറ്റയർലി. അവരുടെ ഹൃദയം നമുക്ക് വേണ്ടിയിട്ട് എൻറ്റയർലി തുറന്നു തരും. ഇന്നലെ ഞാൻ വെറുതെ പറഞ്ഞതല്ല, ബെർനാഡ് ഷാ എന്ന് പറയുന്ന ആളിലെ കുറേ ഇതുപോലത്തെ ഡ്രാമാസൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഡ്രാമയിൽ ഈ ഒരു വേർഡ് പറയുന്നുണ്ട്. അത് പുള്ളി ഉണ്ടാക്കിയതല്ല, പുള്ളി എവിടുന്നോ ഐ തിങ്ക് ഏതോ ബൈബിൾ വാചകങ്ങളിൽ നിന്നോ അതോ ഖുറാൻ വാചകങ്ങളിൽ എവിടെയോ നിന്ന് അദ്ദേഹം എടുത്ത് ഈ സ്ത്രീകളുടെയും കുക്കിങ്ങിൻ്റെയും ലവിൻ്റെയും ഒക്കെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ബെർനാഡ് ഷായുടെ ഡ്രാമാസിൽ കേട്ടോ. ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ട് പറയണേ. അപ്പോൾ അതിനകത്ത് പുള്ളി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കയറേണ്ട വഴി അദ്ദേഹത്തിൻ്റെ വയറിലൂടെയാണെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിൽ എന്ന് കരുതി നമ്മൾ ഈ അടുക്കളയുടെ അടിമയാവണ്ട കേട്ടോ. എന്നും നമ്മൾ അങ്ങനെ ആകണ്ട. ഒരു സ്ത്രീ ജനിച്ചു വരുമ്പോൾ ഒരു പെൺകുട്ടി അവർ മകളായിട്ട് കഴിയുന്നു. അത് കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് ഭാര്യയായിട്ട് വരുമ്പോൾ ആ ഭാര്യ എന്നുള്ള ഒരു പദവി, അതായത് വൈഫ് എന്നുള്ളൊരു പദവി കുറച്ചൊരു എന്താ പറയുക ഒരു റൊമാൻസും കുറച്ചൊരു കൊഞ്ചലും കഴിയലും എല്ലാം ഉണ്ടാകുന്നത് ഒരു 2-3 വർഷത്തേക്കുള്ളെന്ന് പറയുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അറിഞ്ഞുകൊണ്ട് കൊഞ്ചാറുണ്ട്. ഇന്നലെ ഞാൻ കാണിച്ചത് അതിനു വേണ്ടി മാത്രമല്ല. എൻ്റെ ലൈഫിൽ മിക്കവാറും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുക അരവിന്ദിനോട്. നിങ്ങളും അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചിലർ പറയുന്നത് കൊഞ്ചാതെ പോയിരുന്നേ കിളവി എന്ന് പറയും. ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. ഐ ക്യാൻ ഡു എനി കൈൻഡ് ഓഫ് ഇങ്ങനത്തെ എൻ്റെ ടാൻട്രംസും ഇങ്ങനെയുള്ള എൻ്റെ ചെറിയ കുട്ടിത്തവും ഒക്കെ ഞാൻ കാണിക്കാറുണ്ട്. എനിക്ക് ഇത്ര 50 വയസ്സായെന്നൊന്നും ഞാൻ ആലോചിക്കാറില്ല. എന്നെ പാമ്പർ ചെയ്യേണ്ടത് ഞാൻ തന്നെയാണെന്ന് എനിക്കറിയാം. സോ ഐ ജസ്റ്റ് ബിക്കം എന്താ പറയുക, ഐ വിൽ സീക്ക് ദറ്റ് അറ്റൻഷൻ, അല്ലെങ്കിൽ ഐ വിൽ സീക്ക് ദറ്റ് പാമ്പറിങ്. അത് എപ്പോഴും കിട്ടുമോ ഇല്ലോ എന്നുള്ളതല്ല, കിട്ടിയില്ലെങ്കിൽ നമ്മളങ്ങ് പോയി ഹഗ് ചെയ്തേക്കണം. ദാറ്റ്സ് ഇറ്റ്. എൻ്റെ കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്. നിങ്ങളത് കേൾക്കുക. ചിലർക്ക് ഇഷ്ടാവില്ലായിരിക്കും, ഇഷ്ടമാകാത്തവർ സ്ക്രോൾ ചെയ്തോളൂ. അതേപോലെ ഇഷ്ടമാകാത്തവർ ചെയ്യാൻ വേണ്ട. ഓക്കെ. പിന്നെ അപ്പോൾ അതുകൊണ്ട്
സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്ത്രീകൾ ഇറങ്ങുന്നതിൽ നല്ലത് നമ്മൾ സ്ത്രീകൾ ഇറങ്ങുകയും വേണം, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം, നമ്മുടെ കൂടെയുള്ള പുരുഷന്മാരെ മനസ്സിലാക്കുകയും വേണം. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്നത് അന്നദാതാവാണ്, ആദ്യത്തെ ഭക്ഷണദായകയാണെന്ന് ഞാൻ പറയാറില്ലേ. അതുകൊണ്ട് അവരെന്തുണ്ടാക്കി കൊടുത്താലും ഈ ആൺകുട്ടികൾക്ക് ഇഷ്ടമാവും, ഉറപ്പാണത്. അവർ ഹോട്ടലിൽ പോയി കഴിച്ചു കഴിഞ്ഞിട്ട് വന്നാലും പറയും അമ്മയുടെ തൈര് സാദാണ് ഇഷ്ടം എന്ന് പറയും. അങ്ങനെ എത്ര പേരുണ്ടല്ലേ അമ്മ തരുന്നത്, അമ്മയാണ് വിളിക്കുന്നത്, അമ്മ വിളിച്ചാൽ ഉടനെ ഓടിച്ചെല്ലണം. അത് എന്തിനാന്ന് പറയട്ടെ, ഒരു സ്ത്രീ ഒരു കുടുംബത്തിൻ്റെ അച്ചുതണ്ടാണ്. ഈ പുരുഷന്മാരൊക്കെ വീക്കാണെന്നേ, അവരിൽ ഈ ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് പുറത്തുനിന്ന് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോഴാണ് അവർക്ക് രണ്ടും കൂടി നേരത്തെ പറഞ്ഞ ആ ഫോർമുല ഫീമെയിൽ FE+MALE മെയിൽ രണ്ടും കൂടെ ചേരുന്നതാണ് അയൺ ലേഡി അല്ലേ, അയൺ മാനാണ് ഫീമെയിൽ എന്ന് പറയുന്നത്. FE എന്ന് പറയുന്നത് അയൺ ആണല്ലോ. 10ാം ക്ലാസ് വരെ പഠിച്ച എല്ലാവർക്കും പീരിയോഡിക് ടേബിൾ അറിയായിരിക്കും അല്ലേ, കെമിസ്ട്രിയിലെ. അതിനകത്ത് FE എന്ന് എഴുതുന്നിടത്ത് അയൺ ആണ്. ഫെററ്റിൻ അല്ലേ, ഫെററ്റിൻ എന്നും പറയില്ലേ, അയണ് FE അതല്ലേ, ഫെററ്റിൻ ഉണ്ട്, എന്തോ മറന്നു. അറിയാവുന്നവരൊക്കെ എൻ്റെ അടിയിൽ എഴുതും കേട്ടോ. കെമിസ്ട്രി പഠിച്ചവർ, BSc MSc ഒക്കെ പഠിച്ചവരൊക്കെ ഉണ്ട് എന്നെ കേൾക്കുന്നവർ എഴുതും FE = അയൺ എന്ന് പറയുന്നില്ലേ, അതെന്തുകൊണ്ടാണെന്ന്. പിന്നെ സോ ദിസ് ഇസ് ഇറ്റ്. അപ്പം നിയമം കുറച്ച് മതിയല്ലോ വീണ, മൊത്തമൊന്നും പഠിച്ചാലേ ഭർത്താവിന് ജോലി വേണം, ഭർത്താവിൻ്റെ അടുത്തേക്ക് ആൾക്കാർ നിയമ ഉപദേശം തേടി വരണം, അല്ലെങ്കിൽ അകച്ചിച്ചിയുടെ വീഡിയോ കണ്ട് പണിയില്ലാണ്ടാകും വക്കീലൊക്കെ. അത് വേണ്ട എന്തായാലും. നിയമോപദേശം അത്രയൊന്നും പറയൂല, ചില സെക്ഷൻസ് പറയാം അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കഥ. പിന്നെ ഞാൻ ഇടിയപ്പത്തിൻ്റെ വീഡിയോ ഇട്ടെന്നു പറയട്ടെ. രാവിലെ പണ്ടേ അരവിന്ദേട്ടന് 8 മണിക്ക് പോകണമായിരുന്നേ. 8 മണിക്ക് ഹി ഹാസ് ടു ബി ദെയർ ഇൻ ദി ബസ് സ്റ്റോപ്പ്. ബസ്സിൽ വണ്ടിയിൽ വന്ന് ഓഫീസിലേക്ക് പോകുന്നത് ഒരു പർട്ടിക്കുലർ സ്റ്റോപ്പിലേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു സബോബിലാണ്. അപ്പോൾ ആ പെർട്ടിക്കുലർ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊന്നും ഇല്ല, കുറച്ചധികം ദൂരേക്ക് പോകണം. അപ്പോൾ ഞാൻ കോടതി പോകുന്ന വഴിക്ക് അരവിന്ദേട്ടനെ അവിടെ കറക്റ്റായിട്ട് 8 മണിക്ക് ഡ്രോപ്പ് ചെയ്യണം. മോളെയും കൊണ്ടുപോകണം. മോൾ ഉറക്കത്തിലായിരിക്കും. മോളെ വന്നിട്ട് ക്രഷിൽ കൊണ്ടുപോയി വെക്കണം. ഞങ്ങളുടെ ഓഫീസിൻ്റെ വക്കീൽ ഓഫീസിൻ്റെ അടുത്തുള്ള ക്രഷിൽ, സീനിയറുടെ ഓഫീസ് മൈലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഞാൻ ഒരു 2-3 മിനിറ്റ് ലേറ്റായി കഴിഞ്ഞാൽ എന്നെ എന്ത് വഴക്ക് പറയുന്നറിയോ. കാരണം ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോവുക. അപ്പം ഞാൻ 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എന്തിനാണ് അതൊക്കെ ചെയ്തതെന്ന് ഇന്ന് എൻ്റെ മണ്ടത്തരാന്ന് ആലോചിക്കും. എനിക്കെങ്ങനെയാണെന്നറിയാം, ഇത് തന്നെ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക്, ഹസ്ബൻഡിൻ്റെ ഹൃദയത്തിലേക്ക് കയറിപ്പെടാൻ പെടുന്ന പാടാണ്. അന്ന് 3-4 വർഷമല്ലേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാം ചെയ്യാൻ അറിയുകയും ചെയ്യാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടുണ്ടാക്കണ പരിപാടി ഉണ്ടായിട്ടില്ല കേട്ടോ അന്നൊക്കെ. അതെന്താണോ പുട്ടും കടലയൊക്കെ ഞാൻ ശനി ഞായർ ഉണ്ടാക്കാറ്. ഏറ്റവും എളുപ്പമുള്ള കാര്യമല്ലേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുട്ട്. പക്ഷേ ഇടിയപ്പം ഉണ്ടാക്കുക രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ഇങ്ങനെയുള്ളതാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പം. ഇങ്ങനെ കാണിക്കുന്നില്ലേ സേവനാഴി, അത് മേടിച്ച് ഞാൻ ചെയ്ത് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ 5 മിനിറ്റൊക്കെ ലേറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് മോൾക്ക് കൊണ്ടുപോകാനുള്ള ഇതുപോലുള്ള സീരിയൽസും പിന്നെ പാലും അങ്ങനെ പഴവും ഇതൊക്കെ ആട്ടോ അതിൽ വെക്കുക. പിന്നെ തൈര് സാദമൊക്കെ 3 മണിയാകുമ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും ചില സമയത്ത് ഈ പാല്, രണ്ടാമത്തെ പാല് പിരിഞ്ഞു പോയിട്ടുണ്ടാവും, രണ്ടാമത് കുടിക്കാൻ വെക്കുന്നത്. അപ്പോഴേക്കും ഇതിന് വിശന്ന് അന്തം കത്തിയിട്ടുണ്ടാവും. 1 വർഷത്തോളം ഞാൻ അങ്ങനെയായിരുന്നു എൻ്റെ റൂട്ടീൻ. ഞാനും ഇങ്ങനെ ആയിപ്പോയി, മോളും ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ഭാഗ്യത്തിന് വീട്ടിൽ ജോലിക്ക് നിൽക്കാനൊരു സ്ത്രീയെ കിട്ടി. മോളെ പിന്നെ കൃഷിയിൽ നിന്ന് മാറ്റി ഈ 12:30 വരെ എന്താണ് പറയണേ, എന്ത് സ്കൂളാണ്, പ്രീ സ്കൂളിലാക്കി. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാരി പോയിട്ട് വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. എന്നെ നല്ലപോലെ സഹായിച്ചിട്ടുണ്ട് ആ കുട്ടി. അവരെ എല്ലാവരെയും ഈ വിമൻസ് ഡേയിൽ ഞാൻ നമിക്കുന്നു. ഒരുപാട് ഹെൽപ്പായിരുന്നു. എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവരുടെ തരം മാറി പിന്നീട്. പക്ഷെ പോട്ടെ, ആളുകൾ മാറിക്കൊണ്ടിരിക്കും അല്ലേ. മാറാതെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നവരാണ് എന്താ പറയുക, ചില സമയത്ത് ഗ്രോത്ത് ഇല്ല എന്ന് നമ്മൾ വിചാരിച്ചു പോകുന്നു അല്ലേ. മാറുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചേഞ്ചിന് അനുസൃതമായിട്ട് നമ്മൾ മാറണം. അല്ലാത്ത മാറ്റമല്ല കേട്ടോ. നമ്മളിപ്പം പണക്കാർ ആകുമ്പോഴും നമ്മൾ പഴയത് മറക്കാതിരിക്കുക. പണം എന്ന് പറയുന്നത് വെറും എനർജി മാത്രമാണ്. അത് ചിലപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ആളെ കാണാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ് us ബി ലൈക്ക് നമ്മുടെ ക്യാരക്ടർ വൈസ് അല്ലെങ്കിൽ മൊറൽ വൈസ് ഒക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണം. പല കാര്യങ്ങളും നമ്മളെ മാറ്റാനുള്ള പല എക്സ്റ്റേണൽ കാര്യങ്ങളും നടന്നിരിക്കും. അതിലൊന്നും നമ്മൾ വീഴാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ ക്യാരക്ടറിൻ്റെ ബലം. സോ FE+മെയിൽ അങ്ങനെ ആവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം.
കുറച്ച് നിയമങ്ങളും കുറച്ച് കഥകളും കുറച്ച് ജീവിത പാഠങ്ങളുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു. അപ്പോൾ ഹാപ്പി വിമൻസ് ഡേ ടു ഓൾ ഓഫ് യു.